ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ആദ്യ ടെസ്റ്റിൽ 180 റൺസും രണ്ടാമത്തേതിൽ 258 റൺസും നേടി. എങ്കിൽ മൂന്നാം ടെസ്റ്റിൽ എത്ര റൺസ് നേടിയാൽ അദ്ദേഹത്തിന്റെ 3 ടെസ്റ്റുകളിലെയും ശരാശരി സ്കോർ 230 റൺസ് ആകും എന്നാണ് ചോദ്യം. അതായത് അയാൾ 3 കളി കളിച്ചിട്ടുണ്ട്. ഒന്നാമത്തേതിൽ അയാൾ 180 റൺസ് നേടി, രണ്ടാമത്തേതിൽ 258 റൺസ് നേടി. മൂന്നാമത്തെ ടെസ്റ്റിൽ എത്ര റൺസാണ് നേടിയതെന്ന് അറിയില്ല. പക്ഷെ ഇത് മൂന്നിന്റെയും ശരാശരി എത്രയാവണം എന്നാണ് പറയുന്നത്? 230 ആവണം. ഇങ്ങനെ ആവണമെങ്കിൽ ഈ മൂന്നാമത്തെ ടെസ്റ്റിൽ ഇയാൾ എത്ര റൺസ് നേടിയിട്ടുണ്ടാവും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ശരാശരി കാണാനുള്ള ഇക്വേഷൻ 3 കൂടെ കൂട്ടുക, 3 കൊണ്ട് ഹരിക്കുക. ഇനി എക്സ് കണ്ടുപിടിക്കാൻ ആദ്യം ഈ താഴെയുള്ള 3-നെ ഇങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പൊ ഇൻറ്റു 3 ആവും 690. അപ്പൊ എന്താണ് ബാക്കിയുള്ള 180 പ്ലസ് 258 പ്ലസ് എക്സ് ഈക്വൽ ടു 690. ഇനി എക്സ് കണ്ടുപിടിക്കാൻ എക്സിനെ അവിടെ വെക്കുക, ബാക്കിയുള്ളത് അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. 690 മൈനസ് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180-ഉം 258-ഉം കൂട്ടിയാൽ 438. അപ്പൊ എക്സ് എത്രയാണ്? 690 മൈനസ് 438, അതായത് 252 എക്സിന്റെ വാല്യൂ. മൂന്നാമത്തെ കളിയിൽ 252 റൺ നേടിയാൽ അയാളുടെ മൂന്നിലെയും കൂടെ ആവറേജ് എത്രയായിട്ട് മാറും? 230 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഉത്തരം 252.